എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖാണോ? ഇന്ന് ഞാൻ സൺഡേ സ്പെഷ്യലായിട്ട് വൈറ്റ് ചിക്കൻ കറിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട്. പക്ഷേ ഇതിൻ്റെ റെസിപ്പി എടുക്കണമെന്ന് ഓർത്തു, പക്ഷേ എങ്ങനെ വരും? ആദ്യമായിട്ടാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പേടി, അതുകൊണ്ട് എടുത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന്. നല്ല ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ളത് എടുത്തിട്ട് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, ഇത് ഇത്രയും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം ഒരു 3 വലിയ സവോള എടുത്തു, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച്. അത് അരിഞ്ഞ് അതിൻ്റെ ഒപ്പം 3 പച്ചമുളക്, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടി ഇട്ട് ശരിക്കും നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് നമ്മുടെ കശുവണ്ടിയില്ല, അണ്ടിപ്പരിപ്പ്, അതും കൂടി ഇട്ട് വഴറ്റി അതൊന്ന് മാറ്റി വെച്ചു. അതിനുശേഷം എണ്ണ ഒഴിച്ചു. അതിൽ പെരിഞ്ജീരകവും കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ബേ ലീവ്സ്, ഇതൊക്കെ ഇട്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അതെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ചത് വേവിച്ചു കേട്ടോ. അത് നല്ല വെന്ത് വന്നതിന് ശേഷം നമ്മളിവിടെ അരയ്ക്കാൻ വെച്ചിരുന്ന നമ്മുടെ സവോളയും അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അത് അരച്ച് ആ ചിക്കൻ്റെ മുകളിലോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2-3 തിള വന്നതിന് ശേഷം അതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. എന്നിട്ട് കസൂരി മേത്തി കുറച്ച്, പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച്, അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് നോക്കി നമുക്ക് ഇറക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ചിക്കൻ കിട്ടും. അപ്പം ഞാനും അങ്ങനെ വൈറ്റ് ചിക്കൻ വെച്ചു. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇന്ന് ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എപ്പോഴും ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിലോട്ട് 1-2 ടീസ്പൂണ് നമ്മൾ ഇതില്ലേ, എന്താ പറയുക, റവ, അതും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർ ഒന്ന് സബും കൂടെ ചെയ്യണേ. അപ്പം ഞാൻ പോയി വരാം. എല്ലാവർക്കും ബൈ.